ഹായ് ഓൾ. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പാഡിയുടെ ഹൈബ്രിഡ്സിനെ കുറിച്ചാണ് കണ്ടതല്ലേ? ക്വാളിറ്റി സീഡ് പ്രൊഡക്ഷൻ ഇൻ പാഡി ഹൈബ്രിഡ്സ്. അപ്പോൾ ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത് ക്വാളിറ്റി സീഡ് പ്രൊഡക്ഷൻ ഇൻ പാഡി വെറൈറ്റീസ് ആണ്. അതായത് പാഡിയുടെ വെറൈറ്റീസിൻ്റെ ക്വാളിറ്റി സീഡ് പ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? ലാൻഡ് റിക്വയർമെൻ്റ് ആണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, പ്രീവിയസ് ക്രോപ്പ് ഷുഡ് നോട്ട് ബി ദ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ്, അതായത് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പാഡി. അതായത് നമ്മളിപ്പോൾ നമ്മുടെ സീഡ് നടാൻ പോവുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടു മുന്നേ ഏത് ക്രോപ്പാണ് നട്ടത് അത് പാഡിയുടെ മറ്റൊരു വെറൈറ്റി ആയിരിക്കരുതെന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് if it was the same variety, it should have passed production of certified procedure. ഇപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മൾ സീഡ് നടാൻ പോവുകയാണ് ഒരു ഫീൽഡിൽ. അപ്പോൾ ആ സീഡ് നടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പാഡിയുടെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിരിക്കരുത് ഒരിക്കലും അവിടെ നട്ടിട്ടുണ്ടാവുക. ഇഫ് സപ്പോസ് സെയിം വെറൈറ്റിയാണ് നട്ടതെങ്കിൽ ആ നട്ട വെറൈറ്റി എങ്ങനെയുള്ളതായിരിക്കണം? സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞുള്ള പാഡിയുടെ സീഡ് നട്ട ഒരു സെയിം വെറൈറ്റി തന്നെയാണെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞ് നമ്മുടെ ആ വെറൈറ്റി നമുക്കവിടെ നടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ലാൻഡ് റിക്വയർമെൻറ്റ്. ഇനി അതിനുശേഷം ഐസൊലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐസൊലേഷൻ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അഡോപ്റ്റ് 3 മീറ്റർ ഓൾ അറൗണ്ട് ദ ഫീൽഡ്. ആ ഫീൽഡിൻ്റെ എല്ലാ സൈഡിലേക്കും 3 മീറ്റർ ഐസൊലേഷൻ ഡിസ്റ്റൻസ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ്റെയും പാഡി വെറൈറ്റിയുടെയും ഐസൊലേഷൻ ഡിസ്റ്റൻസ് തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ഇനി നമുക്ക് ബാക്കി നോക്കാം. അടുത്തതാണ് പ്രീ സോയിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പ്രീ സോയിങ് ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മുടെ സീഡ് നടുന്നതിന് മുന്നേ നമ്മൾ സീഡിനെ ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് സീഡ് ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ ഡോർമൻസി ബ്രേക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർ ദ ഡോർമൻസി ബ്രേക്കിംഗ് ബൈ സോക്കിംഗ് ദ സീഡ്സ് ഇൻ ഈക്വൽ വോളിയം ഓഫ് 0.1 നോർമൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ദാറ്റ് ഈസ് HNO3 or in 5% KNO3 that is potassium nitrate for a duration of 12 to 16 hours. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പാഡി സീഡിൻ്റെ അതായത് പാഡി വെറൈറ്റിയുടെ സീഡിൻ്റെ ഡോർമൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ 0.1 നോർമൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ അതിനെ സോക്ക് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിലോ 0.5% പൊട്ടാഷ്യം നൈട്രേറ്റിൽ നമുക്ക് ഈ സീഡിനെ സോക്ക് ചെയ്ത് വെക്കാം. എത്ര നേരത്തേക്കാണ് വെക്കേണ്ടതെന്ന് അറിയാമോ? 12 to 16 hours. ഇനി അതല്ല മറ്റൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ upgrade the seeds using specific gravity grading, adopting salt water, dissolve 1.5 kg of common salt in 1 liter of water grading to remove ill-filled and immature seeds. That is, upgrade the seed using specific gravity grading, adopting salt water, that is, dissolve 1.5 kg of common salt in 1 liter of water grading to remove ill-filled and immature seeds. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ സീഡ്സിനെ ആദ്യം സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേഡിങ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേഡിങ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ സീഡിൻ്റെ വയബിലിറ്റി ടെസ്റ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? വെള്ളത്തിലിങ്ങനെ ഇട്ട് നോക്കിയിട്ട് പൊങ്ങി കിടക്കുന്നതിനെ എടുത്ത് മാറ്റുകയും താഴെ പോയിട്ടുള്ളതിനെ നടുകയും ചെയ്താൽ അതെന്താണ്? ഒരു ഗ്രാവിറ്റിയുടെ സെപ്പറേഷനാണല്ലേ വരുന്നത്. അപ്പോൾ ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവർ പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്ന എന്തിലാണെന്നറിയാമോ? സോൾട്ട് വാട്ടറിലാണ്. എങ്ങനെയുള്ള സോൾട്ട് വാട്ടറാണെന്ന് അറിയാമോ? ഇത് 1.5 kg കോമൺ സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ആ വെള്ളത്തിൽ വേണം നമ്മൾ നമ്മുടെ സീഡിനെ ഇട്ട് നോക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ മുകളിൽ പൊങ്ങി കിടക്കുന്ന എങ്ങനെയുള്ള സീഡായിരിക്കാം? ഇമ്മെച്യൂറായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൽ ഫിൽഡൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സീഡ്സിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് നടാൻ പറ്റും. ഇനി for direct sowing, harden the seeds by soaking the seeds in equal volume of 1% KCl solution for 16 hours. ഇനി നമ്മൾ
എന്താണ് ഈ സീഡ് ഡോർമൻസി ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടത്, ഡയറക്റ്റ് നമ്മൾ നടാൻ പോവുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ സീഡ് ഹാർഡൻ ചെയ്യണം. സീഡ് ഹാർഡൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? 1% KCl സൊല്യൂഷൻ, ദാറ്റ് ഈസ് പൊട്ടാഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ 1% വേണം. അപ്പോൾ നമ്മൾ എത്ര സീഡാണ് എടുക്കുന്നത്, സെയിം ക്വാണ്ടിറ്റി ഓഫ് KCl സൊല്യൂഷൻ എടുത്തിട്ട് 16 hours നമ്മളതിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് സോയിങ്ങിനായിട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് ഹാർഡൻ ദ സീഡ്സ് വിത്ത് 1% KCl for 16 hours and dry back to original moisture content and coating with a polymer at 3 ml per kg plus imidacloprid at 2 ml per kg and carbendazim at 2 gram per kg and Pseudomonas fluorescens at 10 gram per kg and Azophos at 120 gram per kg. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 1% KCl സൊല്യൂഷനിൽ 16 hours മുക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനുശേഷം അപ്പോൾ അത് എന്ത് ചെയ്യും, ഈ സൊല്യൂഷൻ ആബ്സോർവ് ചെയ്യും അല്ലേ. അതിനുശേഷം നമ്മൾ ഇതിനെ പഴയ മോയ്സ്ചർ കണ്ടൻറ്റിലേക്ക് എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്ത് എടുക്കണം. ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഈ സീഡിനെ നമുക്ക് കുറച്ച് സീഡ് ട്രീറ്റ്മെൻറ്റ് നടത്തി അതിനെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കോട്ടിംഗ് ആണ് പോളിമർ കോട്ടിങ്. പോളിമർ കോട്ടിങ് എങ്ങനെയാണെന്നറിയാമോ? 1 kg സീഡിന് 3 ml പോളിമർ എടുത്തിട്ട് വേണം സീഡിൽ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. പ്ലസ് പിന്നെന്താണ് എടുക്കേണ്ടത്, ഇമിഡാക്ലോപ്രിഡ്. അത് എത്ര വേണമെന്നറിയാമോ? 2 ml. 1 കിലോ സീഡിന് 2 ml എടുക്കണം. കാർബൻഡസിം ആണെങ്കിൽ 1 kg സീഡിന് 2 gram കാർബൻഡസിം എടുക്കണം. പിന്നെ നമ്മൾ ചെയ്ത സീഡോമോണാസ് ഫ്ലോറസെൻസിൻ്റെ സീഡ് ട്രീറ്റ്മെൻറ്റ് ഓർമ്മയില്ലേ? അത് എത്രയായിരുന്നു എന്ന് ഓർമ്മയില്ലേ? 1 kg സീഡിന് 10 gram എടുത്തു അല്ലേ. പിന്നെയുള്ളതാണ് അസോഫോസ്. എത്രയാണ്? 1 kg സീഡിന് 120 gram എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ സീഡിനെ ഇതൊക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കും. ഇനി അടുത്തതാണ് soak the seeds in 3% cowpea sprout extract for 16 hours in the seed to solution ratio of 1:1 and dry back to original moisture content. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? 3% കൗപ്പി സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റിൽ നമ്മൾ 16 hour സീഡിനെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? സീഡ് എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ ഈ കൗപ്പി സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റ് എടുക്കണം. അതാണ് ഈ 1:1 റേഷ്യോ. എത്രയാണോ സീഡ് എടുക്കുന്നത് അത്രയും തന്നെ സൊല്യൂഷനും കൂടി എടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ആ സൊല്യൂഷനിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും അതിനെ ഡ്രൈ ചെയ്ത് പഴയ മോയ്സ്ചർ കണ്ടൻറ്റിലേക്ക് ആ സീഡിനെ കൊണ്ടുവരണം. അപ്പോൾ ഈ കൗപ്പി സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റ് എന്താണെന്ന് നമുക്കിനി വഴിയെ നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് സോക്ക് ദ സീഡ്സ് ഇൻ 60% സീഡോമോണാസ് ഫ്ലൂറസെൻസ് for 12 hours. 12 മണിക്കൂറിലേക്ക് നമ്മുടെ സീഡിനെ 60% സീഡോമോണാസ് ഫ്ലൂറസെൻസിൻ്റെ സൊല്യൂഷനിൽ നമുക്ക് മുക്കി വയ്ക്കാം. അപ്പോൾ 60% സീഡോമോണാസ് ഫ്ലൂറസെൻസ് സൊല്യൂഷൻ കിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 60 gram പൗഡർ 100 ml സൊല്യൂഷനിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമ്മൾ കണ്ടില്ലേ കൗപ്പീൻ്റെ സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൾസിൻ്റെ സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പൾസ് സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പൾസാണ് കൗപ്പി. കൗപ്പി ഏതാണെന്ന് അറിയത്തില്ലേ? നമ്മുടെ പയറിൻ്റെ വിത്ത് കിട്ടത്തില്ലേ, അല്ലെങ്കിൽ ആ സീഡ്, അതിനെയാണ് കൗപ്പി എന്ന് പറയുക കേട്ടോ, കൗപ്പി സീഡ്സ്. അപ്പോൾ ഈ കൗപ്പി സീഡിൻ്റെ സ്പ്രൗട്ടിൻ്റെ എക്സ്ട്രാക്റ്റാണ്. സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മുളപ്പിച്ച പയറിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൗപ്പി സീഡ്സ് വയർ സോക്ഡ് ഓവർനൈറ്റ്. ആദ്യം ഈ കൗപ്പി സീഡ്സിന് എന്ത് ചെയ്യണം? വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. രാത്രി മുഴുവനായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഇൻക്യുബേറ്റഡ് ഇൻ എ വെറ്റ് ക്ലോത്ത് ഫോർ 12 hours ടു എനേബിൾ സ്പ്രൗട്ടിങ്. അതിനുശേഷം നമ്മൾ ഒരു നനഞ്ഞ ക്ലോത്തിൽ ഈ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച സീഡ്സിനെല്ലാം കൂടി എടുത്തു വെക്കണം. എത്ര നേരത്തേക്കാണ്? 12 hours എടുത്തു വെക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ സ്പ്രൗട്ടിങ്സ്, അതായത് ചെറിയ കുഞ്ഞി വേരോ അല്ലെങ്കിൽ മുളയൊക്കെ പൊട്ടി നിൽക്കാൻ തുടങ്ങും അല്ലേ. അതാണ് സ്പ്രൗട്ടിങ് എന്ന് പറയുന്നത്. ലേറ്റർ 10 gram of sprouts were ground in a mixer grinder by using ice cubes of 100 ml water
ടു പ്രിപ്പയർ എക്സ്ട്രാക്ട് ഓഫ് 100% കോൺസെൻട്രേഷൻ. ഇനി നമ്മൾ മുള വന്ന സ്പ്രൗട്ട് വന്ന കൗപ്പി സീഡ്സ് ഉണ്ടല്ലേ, ഇനി ഇതിൽ നിന്ന് 100 ഗ്രാം കൗപ്പി സീഡ്സിൻ്റെ സ്പ്രൗട്ട്സിനെ എടുത്തിട്ട് ഒരു ഗ്രൈൻഡറിൽ ഇടുക. മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, 100 ഗ്രാമല്ലേ നമ്മൾ എടുക്കുന്നത്, അപ്പോൾ 100 ml വാട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഐസ് ക്യൂബ്സും കൂടി ഈ മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാം, അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആവും അല്ലേ. അപ്പോൾ ഇതെന്താണ്, 100% കോൺസെൻട്രേഷനിലുള്ളതാണ്. ദ ഗ്രൗണ്ട് മെറ്റീരിയൽ വാസ് സ്ക്യൂസ്ഡ് ത്രൂ ക്ലോത്ത് ബാഗ് ടു എക്സ്ട്രാക്ട് ദ സ്പ്രൗട്ട് എക്സ്ട്രാക്ട്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് നമുക്കൊരു തുണിയിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു എക്സ്ട്രാക്റ്റ് കിട്ടും അല്ലേ. അതിനെയാണ് സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സീഡിനെ ആദ്യം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നു. സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അതിനെ എടുത്തിട്ട് ഒരു നനഞ്ഞ തുണിയിൽ കെട്ടി വെക്കണം 12 hours. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ, ചെറിയ ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ജെർമിനേറ്റ് ചെയ്തതിൻ്റെ 100 ഗ്രാം ജെർമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ സ്പ്രൗട്ട് ചെയ്ത സീഡും 100 ഗ്രാം എടുത്തത് കൊണ്ട് തന്നെ 100 ml വെള്ളം ഐസ് ക്യൂബ് ആക്കിയതും കൂടി ഒരു മിക്സർ ഗ്രൈൻഡറിലിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന എത്രയാണ്, 100% കോൺസെൻട്രേഷനുള്ള ഒരു മിക്സറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതിനുശേഷം ഇതിനൊരു തുണിയിൽ പിഴിഞ്ഞെടുക്കണം. ആ കിട്ടുന്ന എക്സ്ട്രാക്റ്റ് എന്താണ്, അതിനെയാണ് നമ്മൾ സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റ് എന്ന് പറയുക. ഇനി അപ്പോൾ സ്പ്രൗട്ട് എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് നമ്മുടെ പ്രീ സോയിങ് സീഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി ചെറിയ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കേരള സോയിൽ എങ്ങനെയുള്ളതാണ്, അസിഡിക് സോയിൽസ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫീൽഡിൽ ചെടി നടുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്ത് ലൈം അപ്ലൈ ചെയ്തത് ഓർമ്മയില്ലേ. അപ്പോൾ സലൈൻ സോയിലാണെങ്കിൽ, അതായത് pH 7 മുകളിലുള്ള ബേസിക് ലെവലിലേക്ക് പോകുന്ന pH ഉള്ള സലൈൻ സോയിൽസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ്, ആ ഒരു ഫീൽഡിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വൺ ഈസ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് ഗ്രീൻ മാനുവർ ലൈക്ക് ദേഞ്ചയെ പോലുള്ള ഗ്രീൻ മാനുവേഴ്സ് നമുക്ക് ആ ഫീൽഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഷാളോ പ്ലാന്റിങ് അറ്റ് 3 to 4 സീഡ്ലിങ്സ് പെർ ഹില്ലി. അപ്പോൾ ഒരു ഹില്ലിൽ 3 to 4 സീഡ്ലിങ്സ് എന്ന നിലയിൽ ഷാളോ പ്ലാന്റിങ് നടത്താമെന്ന് പറയുന്നുണ്ട്. ദെൻ പ്ലാന്റിങ് ഓഫ് സീഡ്ലിങ്സ് വിത്ത് 5 days മോർ ഏജ്ഡ് സീഡ്ലിങ്സ് ദാൻ നോർമൽ പ്ലാന്റിങ്. നോർമലായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സീഡ്ലിങ്സ് എങ്ങനെയാണ് നമ്മൾ സാധാരണ ഇത് പാഡിയെ നടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുക, ആദ്യം സീഡ് ബെഡ് ഉണ്ടാക്കിയിട്ട് സീഡ് സോ ചെയ്ത് പ്ലാന്റ്സ് ചെറിയ സീഡ്ലിങ്സ് വന്നതിന് ശേഷം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഡേ എത്തുമ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർ സലൈൻ സോയിൽസിൽ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇപ്പോൾ ഇന്നാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ദിവസമെങ്കിൽ സലൈൻ സോയിൽസിന് നമ്മളൊരു 5 ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം ആ സീഡ്ലിങ്സിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നോർമൽ പ്ലാന്റിങ്ങിനേക്കാളും 5 ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം ഈ സീഡ്ലിങ്സിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നടാനായിട്ട്. ഇനി ബേസൽ ആപ്ലിക്കേഷൻ ഓഫ് ജിപ്സം അറ്റ് 500 kg per hectare. അപ്പോൾ നമ്മൾ സലൈൻ സോയിൽസിനെ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, സലൈൻ സോയിൽസിനെ pH നോർമലാക്കി അല്ലെങ്കിൽ ന്യൂട്രലാക്കി കൊണ്ടുവരാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു സാധനമാണ് ഈ ജിപ്സം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് റേറ്റ് എന്നറിയാമോ, 500 kg per hectare നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ സപ്പോസ് ആസിഡിക് സോയിൽസ് ആണെങ്കിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക, ലൈമാണ് അപ്ലൈ ചെയ്യുക കേട്ടോ. നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്ത് ഓർമ്മയില്ലേ, ലൈമാണ് അപ്ലൈ ചെയ്യുക. ഫോർ സലൈൻ സോയിൽസ് ജിപ്സമാണ്, അത് ഓർത്തിരിക്കുക. ആസിഡിക് സോയിൽസിന് ലൈമും സലൈൻ സോയിൽസിന് ജിപ്സമാണ്. ജിപ്സം അപ്ലൈ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 500 kg per hectare ആയിരിക്കും. ദെൻ ഫോളിയർ സ്പ്രേ വിത്ത് 0.5% FeSO4 that is iron sulfate and zinc sulfate ZnSO4 at tillering stage. ടില്ലറിങ് സ്റ്റേജിൽ നമുക്ക് 0.5%ലുള്ള അയൺ സൾഫേറ്റോ സിങ്ക് സൾഫേറ്റോ ഫോളിയർ സ്പ്രേ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നോക്കിയേ, ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ. നമ്മൾ പാഡി വെറൈറ്റിയുടെ ക്വാളിറ്റി സീഡ് പ്രൊഡക്ഷനിൽ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം എന്ന് നോക്കാം. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ പാഡി ക്രോപ്പ് ആണെങ്കിൽ നമ്മൾ NPK, അതായത് നൈട്രജൻ ഫോസ്ഫറസ്
പൊട്ടാഷ്യം കൊടുക്കേണ്ടത് 120:40:40 kg/hectare എന്ന നിലയിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? 120:40:40 kg/hectare NPK കൊടുക്കണം. അതായത് 1 ഹെക്ടറിലേക്ക് 120 kg നൈട്രജൻ കൊടുക്കണം, 40 kg പൊട്ടാഷ്യം ഫോസ്ഫറസ് കൊടുക്കണം, ദെൻ 40 kg പൊട്ടാഷ്യം കൊടുക്കണം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. 120:40:40 NPK എന്ന് പറഞ്ഞാൽ 1 ഹെക്ടറിലേക്ക് 120 നൈട്രജൻ, അതായത് 120 kg നൈട്രജൻ, 40 kg ഫോസ്ഫറസ് ആൻഡ് 40 kg പൊട്ടാഷ്യം കൊടുക്കണം എന്നാണ്. ഇനി അത് മീഡിയം ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്? 150:50:60 kg/hectare ഓഫ് NPK ആണ്. അതായത് 1 ഹെക്ടർ ഏരിയയിലേക്ക് 150 kg നൈട്രജനും 50 kg ഫോസ്ഫറസും 60 kg പൊട്ടാഷ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ NPK എന്ന് പറയുന്നത് 150:50:80 kg/hectare എന്ന നിലയിലാണ്. അപ്പോൾ നമ്മുടെ സോയില് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള സോയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? സിങ്ക് സൾഫേറ്റ് 25 kg/hectare എന്ന നിലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. When 90% of the panicle are in straw color, അപ്പം 90% പാനിക്കിൾ എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ നെല്ലിൻ്റെ ആ നെൽക്കതിരെന്ന് പറയത്തില്ലേ, അതിനെയാണ് പാനിക്കിൾ എന്ന് പറയുന്നത്. ആ നെൽക്കതിര് നമ്മുടെ വൈക്കോലിൻ്റെ നിറമായിട്ട് അല്ലെങ്കിൽ ഈ പടത്തിൽ കാണുന്ന കൂട്ടുള്ള കളറായി കഴിയുമ്പോൾ 90% പാനിക്കിൾ ഈ സ്ട്രോ കളറായി കഴിയുമ്പോഴത്തേക്ക്, സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താ? വൈക്കോലാണ് അല്ലേ. വൈക്കോലിൻ്റെ കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തുണ്ടായിരിക്കണം? മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മൾ നോക്കണം. അതായത് ഷോർട്ട് മീഡിയം ഡ്യൂറേഷൻ വെറൈറ്റീസിനാണെങ്കിൽ 20% സീഡിന് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. ഇനി ലോങ് ഡ്യൂറേഷൻ വെറൈറ്റീസിനാണെങ്കിൽ അതിൻ്റെ സീഡിൻ്റെ മോയ്സ്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 17% ആയിരിക്കണം. ഇനി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അല്ലേ. ഇനി അതിനെ ത്രഷിങ് ചെയ്യണം. ത്രഷിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് ഈ സീഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ത്രഷിങ് എന്ന് പറയാം. Threshing at 16 to 70% moisture content either manually or using mechanical threshers for seed separation. അപ്പോൾ ത്രഷിങ്ങിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 to 70% സീഡിൻ്റെ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള സമയത്താണ് നമ്മൾ ത്രഷ് ചെയ്യുക. അതെങ്ങനെ ത്രഷ് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ആൾക്കാരിങ്ങനെ കറ്റയടിക്കത്തില്ലേ, മാനുവലായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? മെക്കാനിക്കൽ ത്രഷേഴ്സ് യൂസ് ചെയ്തിട്ടും ത്രഷിങ് ചെയ്യാം. അടുത്തതാണ് ഡ്രൈയിങ്. സീഡ് ഹാർവെസ്റ്റ് ചെയ്ത് ത്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഡ്രൈയിങ്ങിനെ കുറിച്ച് നോക്കാം. ഡ്രൈ ദ സീഡ്സ് ടു 12 to 13% മോയ്സ്ചർ കണ്ടൻറ്റ് ഫോർ ഷോർട്ട് ടേം സ്റ്റോറേജ്. ഷോർട്ട് ടേം കുറച്ച് നാളത്തേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ സീഡ്സിനെ 12 to 13% മോയ്സ്ചർ കണ്ടൻറ്റിലേക്കാണ് ഡ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ലോങ് ടേം ആയിട്ടാണ് നമ്മൾ സീഡിനെ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സീഡിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് 8 to 9% ആയിരിക്കണം. ഇനി സ്റ്റോറേജാണ്. സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക്, അതായത് ഷോർട്ട് ടേം സ്റ്റോറേജാണ്. അതായത് 9 to 12 months ഒക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെങ്കിൽ സ്റ്റോർ ദ സീഡ്സ് വിത്ത് 12 to 13% മോയ്സ്ചർ കണ്ടൻറ്റ്. 12 to 13% മോയ്സ്ചർ കണ്ടൻറ്റിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. എങ്ങനത്തെയാണ്? ഗണ്ണി ബാഗ്സിലോ അല്ലെങ്കിൽ ക്ലോത്ത് ബാഗിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് സപ്പോസ് നമ്മൾ മീഡിയം സ്റ്റോറേജ് ആണ്, അതായത് 12 to 36 months ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റോർ ദ സീഡ്സ് ഇൻ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ ബാഗ്, ദാറ്റ് ഈസ് HDPE ബാഗ് ഓർ പോളി ലൈൻഡ് ഗണ്ണി ബാഗ്സ് വിത്ത് 10 to 12% സീഡ് മോയ്സ്ചർ. അപ്പോൾ 12 to അതായത് 1 വർഷം തൊട്ട് ഒരു 3 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ സീഡിനെ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? 10 to 12% സീഡ് മോയ്സ്ചറിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. എങ്ങനെയാണെന്നറിയാമോ സ്റ്റോർ ചെയ്യേണ്ടത്?
ഈ പോളി ലൈൻഡ് ഗണ്ണി ബാഗ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ കോട്ടിങ് വരുന്ന രീതിയിലുള്ള ചാക്കുകളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ചാക്കുകളിലോ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ ബാഗ്സിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ഇനി സീഡ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. സീഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രീറ്റ് ദ സീഡ്സ് വിത്ത് കാർബൻഡിസിം അറ്റ് 2 gram per kg ഓഫ് സീഡ് യൂസിങ് 5 ml ഓഫ് വാട്ടർ പെർ kg ഓഫ് സീഡ്. ആദ്യത്തേതാണ് കാർബൻഡസിമിൻ്റെ ട്രീറ്റ്മെൻറ്റ്. കാർബൻഡസിം എടുക്കേണ്ടത് 1 kg സീഡിന് 2 gram എന്ന നിലയിലാണ്. അതെന്ത് ചെയ്യണം? 5 ml വാട്ടർ, അതായത് നമ്മൾ എടുക്കുന്ന 1 kg ആണെങ്കിൽ 5 ml വാട്ടറും 2 gram കാർബൻഡസിമും എടുത്തിട്ട് സീഡിനെ ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിലോ ഡ്രൈ ഡ്രസ് വിത്ത് ഹാലജൻ മിക്സ്ചർ, അതായത് ഹാലജൻ മിക്സ്ചർ ഉപയോഗിച്ച് നമുക്ക് അതിനെ ഡ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഹാലജൻ മിക്സ്ചറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടിരുന്നു അല്ലേ? എന്തായിരുന്നു ഹാലജൻ മിക്സ്ചർ? കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റും കാൽഷ്യം കാർബണേറ്റും എങ്ങനെയാണ് അത് എടുക്കേണ്ടത്? 1:1 എന്ന റേഷ്യോയിൽ, അതായത് സെയിം ക്വാണ്ടിറ്റി രണ്ടും എടുത്തിട്ടുള്ള മിക്സ്ചറിനാണ് ഹാലജൻ മിക്സ്ചർ എന്ന് പറയുക. അപ്പോൾ ഹാലജൻ മിക്സ്ചറിൻ്റെ ഡ്രൈ ഡ്രസ്സിങ്ങും സീഡിന് കൊടുക്കാം. പിന്നെ കോട്ട് ദ സീഡ് വിത്ത് പോളിമർ. എത്രയാണ്? 3 ml per kg ഇൻ 5 ml ഓഫ് വാട്ടർ. ഇനി നമുക്ക് സീഡിന് പോളിമർ വെച്ച് കോട്ട് ചെയ്യാം. എങ്ങനെയാണെന്നറിയാമോ? 1 kg സീഡിന് 3 ml പോളിമർ ആൻഡ് 5 ml വാട്ടർ എന്ന നിലയിലെടുക്കാം. പ്ലസ് റോയൽ ഫ്ലോ 40 SC 2.4 ml per kg ഓഫ് സീഡ്. ഈ റോയൽ ഫ്ലോർ 40 SC 2.4 ml 1 kg സീഡിന് എടുക്കണം. ഈ SC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ ഇവിടെ? അതാണ് സസ്പെൻഷൻ കോൺസെൻട്രേഷൻ. SC എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നതാണ് സസ്പെൻഷൻ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ സീഡ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലേ ഇത്. അപ്പോൾ എങ്ങനെയുള്ളതാണെന്ന് അത് ആ ഒരു സാധനം എങ്ങനെയുള്ളതാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് SC, അതായത് സസ്പെൻഷൻ കോൺസെൻട്രേറ്റ്. അപ്പോൾ ഈ റോയൽ ഫ്ലോ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ കോൺസെൻട്രേറ്റ് ആണ്, അതായത് സസ്പെൻഷൻ കോൺസെൻട്രേഷൻ ഫോർമുലേഷനാണ്. എന്ന് വെച്ചാൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ്, അതിൻ്റെ മെയിൻ സാധനം ഒരു സോളിഡ് ആയിരിക്കും, അതിനെ വാട്ടറിൽ കലക്കി എടുക്കുന്നതിനെയാണ് ഈ സസ്പെൻഷൻ കോൺസെൻട്രേഷൻ ഫോർമുലേഷൻ എന്ന് പറയാം. അപ്പോൾ അത് എത്രയാണ് വേണ്ടത്? 2.4 ml പെർ kg ഓഫ് സീഡായിട്ടാണ് എടുക്കേണ്ടത്. അടുത്ത ഇമിഡാക്ലോപ്രിഡാണ് എടുക്കേണ്ടത്. അത് 1 kg സീഡിന് 6 ml എന്ന നിലയിൽ എടുക്കണം. ഇനി എക്സ്പോസ് ദ സീഡ്സ് ത്രൈസ് വിത്ത് 50% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് ഈസ് 4 days for 50 kg കണ്ടെയ്നർ അറ്റ് 12% മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റ് 15 days ഇൻ്റർവെൽ. ഇനി സീഡിന് നമുക്ക് 50% കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് കാണിക്കണം. എങ്ങനെയാണെന്നറിയാമോ? 50 kg കണ്ടെയ്നേഴ്സിനെ 4 ദിവസത്തേക്കാണ് ചെയ്യേണ്ടത്. അത് 3 തവണ വേണം ചെയ്യാൻ. എങ്ങനെ, എത്ര മോയ്സ്ചർ കണ്ടൻറ്റിലാണെന്നറിയാമോ ചെയ്യേണ്ടത്? 12% മോയ്സ്ചർ കണ്ടൻറ്റുള്ള സീഡ്സിനെ 15 ദിവസത്തിൻ്റെ ഇൻ്റർവെല്ലിലാണ് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് പാഡി വെറൈറ്റിയുടെ സീഡ് ക്വാളിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സെക്ഷൻ കണ്ടു തീർന്നതിന് ശേഷം ഇതിന് മുന്നേ ഒരു PDF പ്രൊവൈഡ് ചെയ്തിരുന്നില്ലേ, ഒരു ടേബിൾ. ആ ടേബിളിലേക്ക് ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ രൂപത്തിൽ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അത് ആ ടേബിൾ ഓരോ ദിവസവും വായിച്ച് നോക്കണം. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഉറപ്പായിട്ടും ഓർത്തിരിക്കണം കേട്ടോ.